اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 34ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു മനുഷ്യന് അള്ളാഹുവിനെ തൊട്ടാണ് എന്ത് ചെയ്യണത്, മറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നോക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു കർട്ടൻ ഉണ്ട്. ആ കർട്ടൻ അവന് നീക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും അള്ളാഹുത്താല നമ്മളെ തൊട്ട് എന്തല്ല, മറക്കപ്പെട്ടവനല്ലതാണ്. അപ്പൊ ഈ കർട്ടൻ നീക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഉഖ്റുജ് മിൻ ഔസാഫി ബശരിയതിക അൻ കുല്ലി വസ്ഫിൻ മുനാഖിലിൻ ലിഉബൂദിയതിക ലിതകൂന ലിനിദാഇൽ ഹഖ് മുജീബ വമിൻ ഹളറതിഹി ഖരീബ. ഉഖ്റുജ്, നീ മോചനം നേടുക. മിൻ ഔസാഫി ബശരിയതിക, നിന്റെ മാനുഷിക ദുർഗുണങ്ങളുണ്ട്. ഒരു മനുഷ്യന് മാനുഷികമായ ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം, മോചനം നേടണം. അത് രണ്ട് നിലക്കുണ്ട്. ഒരു മനുഷ്യന് മാനുഷികപരമായ ദുർഗുണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അവന്റെ കൽബിയായിട്ടും അങ്ങനെ വരാം, അതുപോലെ അവന്റെ ജവാരിഹകൾ അവയവങ്ങളിലൂടെയും വരാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ പറയുന്നുണ്ട്, ഹൃദയം എന്ന് പറയുന്നത് കൽ മലിക്കി, ഒരു രാജാവിനെ പോലെയാണ്. ഹൃദയം എന്താണോ പറയുന്നത്, വൽ ജവാരിഹ്, ജവാരിഹുകളാണെങ്കിൽ കൽ ജുനൂദ്, സൈന്യങ്ങളെ പോലെയാണ്. രാജാവ് എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കുകയാണ് ആര് ചെയ്യല്, സൈന്യങ്ങൾ ചെയ്യല്. അതേമാതിരി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താ ഉണ്ടാകുക, ആ കാര്യങ്ങളാണ് അവന്റെ അവയവങ്ങൾ എന്ത് ചെയ്യുക. ഹൃദയത്തിൽ എന്താ ഉണ്ടാകണമെങ്കിൽ അതാണ് അവയവങ്ങൾ ചെയ്യുക. ഇപ്പൊ ഉദാഹരണം, ഈ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ദുർഗുണങ്ങൾ എന്ന് പറയുമ്പോൾ വായ കൊണ്ട് ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, കണ്ണുകൊണ്ട് ഒരാളെ രോഷത്തോടുകൂടെ നോക്കുക, ദേഷ്യത്തോടുകൂടെ നോക്കുക, കൈ കൊണ്ട് ഒരാളെ ആക്രമിക്കുക, അനാവശ്യ കാര്യങ്ങളിൽ അവൻ ഏർപ്പെടുക. ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഒരു മനുഷ്യന്റെ ലാഹിറായ ദുർഗുണങ്ങൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാണ്. അതേമാതിരി ഹൃദയത്തിനും എന്തുണ്ട്, ദുർഗുണങ്ങളുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അഹങ്കാരം, അസൂയ, ഉൾനാട്യം, ലോകമാന്യം, അകപ്പെരുമ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ എന്താണ്, രോഗങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു മനുഷ്യന്റെ ദുർഗുണങ്ങളാണ്. ഉള്ളും പ്രത്യക്ഷവും പരോക്ഷവുമായ ദുർഗുണങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ഇല്ലാതെയാക്കണം. അതിന് നീ മോചനം തേടണം. ഉഖ്റുജ്, നീ മോചനം നേടുക. മിൻ ഔസാഫി ബശരിയതിക, നിന്റെ മാനുഷികപരമായ ദുർഗുണങ്ങളുണ്ട്, അതിന് നീ എന്ത് ചെയ്യണം, മോചനം നേടണം. അഥവാ എന്താണ് ഈ പറയണത്, അഥവാ അൻ കുല്ലി വസ്ഫിൻ മുനാഖിലിൻ ലിഉബൂദിയതിക, നിന്റെ അടിമത്വത്തിന് വിരുദ്ധമായ ദുർഗുണങ്ങളുണ്ട്. നീ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ മാത്രം അടിമയാണ്. അല്ലാതെ ഈ ദുന്യാവിന്റെ അടിമയല്ല, ഒരു പെണ്ണിന്റെ അടിമയല്ല, മക്കളുടെ അടിമയല്ല, സമ്പത്തിന്റെ അടിമയല്ല, സമൂഹത്തിലുള്ള ജനങ്ങളുടെ അടിമയല്ല. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനത്തെ അടിമകളാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞല്ലോ, എന്താണ്, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ടല്ലോ. അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങളെ ഭാര്യമാര്, അതുപോലെ തന്നെ മക്കള്, അതുപോലെ സ്വർണത്തിനും വെള്ളുന്നും ഉള്ളതായ അതിന്റെ കട്ടികളൊക്കെ, അതുപോലെ തന്നെ മുന്തിയ തരം വാഹനങ്ങള്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിക്കാണ്, ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിന്റെ അടിമയായി മാറി? ദുനിയാവിന്റെ അടിമയായി മാറിക്കാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ ആരടിമയാണ്? അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു സ്നേഹത്തോടുകൂടെ യാ ഇബാദിയല്ലദീന അസ്റഫു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിലേക്കാണ് റസൂലുള്ളാഹിന്റെ ഉബൂദിയത്തിന് അള്ളാഹു തആല ചേർത്തത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാ പറഞ്ഞത്, അല്ലെ? അവന്റെ അടിമയും കൊണ്ട് അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിലേക്കാണ് ഈ അബ്ദ് എന്ന് പറയുന്ന പദത്തിന് ചേർത്തിയത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു വലുപ്പത്തരാണത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വലുപ്പത്തരാണ്. അപ്പൊ ആ അടിമത്വത്തിന് വിരുദ്ധമായ എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ അതിനെ മുഴുവൻ നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ കഴുകിക്കളയണം. അടിമത്വത്തിന് എതിരായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം? കഴുകിക്കളയണം. ഇവിടെ എൻ്റെ അടുത്തൊരു കിതാബുണ്ട്, ദഖായിഖുൽ ഹഖായി എന്നാണ് ഈ കിതാബിന്റെ പേര്. ഇതില് ഒരു അധ്യായം തന്നെ ഉണ്ട്, യാ ഇബാദി എന്നാണ് അധ്യായത്തിന്റെ പേര്. യാ ഇബാദി. ഖലഖല്ലാഹു തആല, അല്ലാഹു തആല സൃഷ്ടിച്ചു അൽ ഇൻസാന, മനുഷ്യരെ, വസ്തഫാഹു ലിനഫ്സിഹി. അല്ലാഹു തആലാക്ക് വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മൾ എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു തആല പറയുന്നുണ്ട്, ഖലഖതുക ലിനഫ്സി. ഖലഖതുക, നിങ്ങൾ സൃഷ്ടിച്ചു, ലിനഫ്സി, എനിക്ക് വേണ്ടിയിട്ട്. ഖലഖല്ലാഹുൽ ഇൻസാന, അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു, ലിഹുബ്ബിഹി. അവന്റെ ഹുബിന് വേണ്ടിയിട്ട് അല്ലാഹു തആല എന്ത് ചെയ്തിക്കാണ്? മനുഷ്യന്മാരെ സൃഷ്ടിച്ചിക്കാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമകളാണ് ആകേണ്ടത്. അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പഠിച്ചത്. നമ്മളാണെങ്കിലോ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് ഈ ലോകത്ത് വേറെന്തൊക്കെ ഉണ്ടോ അതിന്റെ അടിമകളായി നമ്മൾ മാറുകയാണ്. ഒരടിമ എന്ന് പറയുമ്പോൾ അത് വലിയ മഖാമാണ്. മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അബ്ദ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ റസൂലിനെ പറഞ്ഞത്. ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അവിടുത്തെ മുരീദന്മാരോട് പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ച് എന്റെ അല്ലാഹു തആല എന്നെ യാ അബ്ദീ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാണ്. അബ്ദീ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? കാത്തിരിക്കാണ്. അത് വല്ലാത്തൊരു ആനന്ദകരമായ ഒരു കേൾവിയാണത്. ഇപ്പോ ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടി ഇങ്ങനെ മുല കുടിച്ച് ആ പ്രായത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ ഉമ്മ എന്ന് ആദ്യമായി വിളിക്കുന്നൊരു വിളിയുണ്ട്. സംസാരിക്കാൻ പടിഞ്ഞിട്ട് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അത് ആ ഉമ്മാന്റെ ഹൃദയം കോരിത്തെരിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉമ്മ എന്ന്, അല്ലെ? ഈ ലോകത്ത് ചില കവികളൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഇതുവരെ കേട്ട പദങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പദം ഉമ്മ എന്ന് പറയുന്ന പദമാണ്. അതിനേക്കാൾ സുന്ദരമായ പദമല്ല എന്നാ പറഞ്ഞത്. അപ്പോ ആ ഉമ്മ എന്ന വിളി ഒരു കുട്ടി വിളിക്കണ സമയത്ത് ആ ഉമ്മാന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു കോരിത്തിരിപ്പുണ്ടാവും, ഒരു സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയൊക്കെ ഒരു കോരിത്തിരിപ്പ്. അതേമാതിരി അല്ലാഹു തആല നമ്മളെ വിളിക്കും, യാ അബ്ദീ എന്നൊരു വിളി. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു മധുരതരമായ വിളിയാണ്. അതിനെന്ത് വേണം? നമ്മൾ ദുന്യാവിന്റെ അടിമകളാകാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ചേറ് ചളികളെ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? കഴുകിക്കളയണം. ഒന്നുകൂടി വായിച്ചു നോക്കുക, എന്റെ ബാക്കിയും കൂടി വായിക്കാം. ഉഖ്റുജ്, നീ മോചനം നേടുക, മിൻ ഔസാഫി ബശരിയത്തിക, നിന്റെ മാനുഷിക ദുർഗുണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? നീ മോചനം നേടണം. ഇവിടെ തന്നെ പറയാൻ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ തീയ്, വെള്ളം, അല്ലെ, വായു, ഇതൊക്കെ ഒരു മനുഷ്യനിന്റെ ഒരു കെമിക്കലായി അല്ലാഹു തആല വെച്ചതാ. അതിന്റെ സ്വഭാവങ്ങളൊക്കെ ആർക്കുണ്ടാവും? മനുഷ്യനുണ്ടാവും. വെള്ളം, കാറ്റ്, മണ്ണ്, തീ, അങ്ങനെയാണല്ലോ. ഈ 4 സാധനത്തിന്റെ ഗുണങ്ങൾ ആർക്കുണ്ടാവും? മനുഷ്യനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിപ്പിടിച്ചപ്പോ ആ മാനുഷികമായ ആ കെമിക്കലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീങ്ങിപ്പോയി. പിന്നെയോ പ്രകാശത്തിന്റെ, നൂറിന്റെ കെമിക്കലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മാറി എന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതിന്റെ വിശദീകരണത്തിൽ മഹാരഥന്മാരാകുന്ന മുഫസ്സിരീങ്ങള്, ആരിഫീങ്ങളാകുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ബശരിയായ നമുക്ക് ചില ദുർഗുണങ്ങളുണ്ട്. റസൂലല്ലാഹ്ക്ക് ദുർഗുണങ്ങൾ ഉണ്ട് എന്നല്ല പറയണം കേട്ടോ. അത് ഉണ്ടാക്കാൻ കാരണമായ സാധനങ്ങളെ അല്ലാഹു തആല തന്നെ ഇല്ലായ്മ ചെയ്യണം, അല്ലേ? 4 തവണയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചു കീറിയിട്ടുണ്ട്.
മൂന്നെണ്ണം ഉണ്ട് എന്ന് യഖീനൻ സ്വാദിഖാണ്. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചു കീറിയിട്ട് അതൊന്ന് മോശമായ സാധനങ്ങൾ എടുത്തു കളഞ്ഞിട്ട് അതിൽ ഇൽമും തഖ്വയും അതുപോലെ അദൃശ്യമായ ജ്ഞാനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ മാനുഷികമായ ദുർഗണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? മോചനം നേടണം. അഥവാ അൻ കുല്ലി വസ്ഫിൻ മുനാഖിലിൻ ലിഉബൂദിയത്തിക, നിന്റെ അടിമത്വത്തിന് വിരുദ്ധമായ മുഴുവൻ ദുർഗുണങ്ങളെ തൊട്ട് നീ എന്ത് ചെയ്യണം? മോചനം നേടണം. എന്തിനാണ് ഇങ്ങനെ മോചനം നേടണമെന്ന് പറയാൻ കാരണം, ഇങ്ങനെ നേടിയാൽ മാത്രമേ ലിതകൂന ലിനിദാഇൽ ഹഖ് മുജീബ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി, അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകാൻ വേണ്ടി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നതൊക്കെ കഴുകിക്കളഞ്ഞിട്ട് അവന്റെ ഹൃദയം ഗ്ലാസ് പോലെയാകുമ്പോ പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹു താലാക്കൊരു വിളിയുണ്ട്. അള്ളാഹു താലാക്കൊരു വിളിയുണ്ട്. നാദാഹുൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും, യാ അബ്ദീ, എന്റെ അടിമേന്നൊരു വിളി വിളിക്കും. അത് അവന്റെ ഹൃദയം കൊണ്ട് അവന് കേൾക്കും. ഹൃദയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? ആ ഒരു വിളി കേൾക്കുക, യാ അബ്ദീ എന്നൊരു വിളി. ആ സമയത്ത് ഒരു യഥാർത്ഥ അടിമ അറിയാതെ പറഞ്ഞു പോകും, ലബ്ബൈക യാ റബ്ബി, ലബ്ബൈക യാ റബ്ബി. അള്ളാഹു തആലാന്റെ വിളിക്കൊരു ഉത്തരമുണ്ട്, ലബ്ബൈക യാ റബ്ബി. അതോടുകൂടെ അവന്റെ എന്തായി? ആ ഒരു മഹബത്ത് പൂർണ്ണമാകുകയാണ്. മഹബത്ത് അങ്ങോട്ട് പൂർണ്ണമാകും. അബ്ദ് എന്ന് പറയുമ്പോൾ, ഒരാളുടെ അടിമ എന്ന് പറയുമ്പോൾ 2 രൂപത്തിൽ അടിമയാവും. ഒന്നൊരു രാജാധികാരത്തിന്റെ തഹത്തിൽ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഒരു പ്രജകളെ പോലെ നമ്മൾ അടിമകളാകലുണ്ട്. ആ അടിമകളല്ല ശരിക്ക് ഇവിടെ പറയുന്നത്. പിന്നെയോ, ഒരു പക്ഷിയുടെ ചിറകിനടിയിൽ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒരുമിക്കുന്ന അതിന്റെ കുഞ്ഞുങ്ങളില്ലേ, അതേമാതിരിയാണ് മഹാരഥന്മാരാകുന്ന ആളുകൾ ആ അടിമത്തത്തിനെ കുറിച്ച് പറയുന്നത്. അതൊരു ഹബീബും മഹബൂബും തമ്മിലുള്ളതായ അനുരാഗാണ്. അനുരാഗിയും പ്രണയഭാചനവും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ അടിമത്വം അല്ലേ. വല്ലാതെ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവിന്റെ ഡ്രസ്സ് ഭാര്യ തിരുമ്പുമ്പോഴും അതിന്റെ ഒരു കുടുക്കും പൊട്ടാതെ അല്ലെ, അതിനെ വളരെ സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എങ്ങനെയാണോ തലോടുന്നത് അതേപോലെയായിരിക്കും ആ സഹോദരി ആ ഡ്രസ്സ് തിരുമ്പുക. അത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ അല്ലെ. സത്യത്തിൽ അതൊരു ജോലിയാണെങ്കിൽ പോലും ആ സ്നേഹത്തോടു കൂടെയാണ് ആ ജോലി ഏറ്റെടുക്കുന്നത്. അതേപോലെ അള്ളാഹുവാകുന്ന ആ ഒരു സത്തയുടെ ചിറകിൽ വല്ലാത്ത ആനന്ദത്തിലായിരിക്കും യഥാർത്ഥ അടിമകൾ ഉണ്ടാകുക. ആ നിലക്കുള്ള അടിമത്വമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവണം. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എന്തുണ്ടാവും? ലിതകൂന ലിനിദാഇൽ ഹഖ് മുജീബ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? നിന്നോട് ഈ മോചനം നേടാൻ വേണ്ടി പറയുന്നത്. എന്തിനാ നീ മോചനം നേടുന്നത്? ലിതകൂന ലിനിദാഇൽ ഹഖ് മുജീബ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ വേണ്ടി. മാത്രമല്ല വമിൻ ഹളറതിഹി ഖരീബ, അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിനോട് നീ സമീപസ്ഥനാകാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിനോട് നീ സമീപസ്ഥനാകാൻ വേണ്ടി. പിന്നെ നീ ആരോടാ നിന്റെ സമ്പർക്കം? അള്ളാഹിനോട് മാത്രമാണ്. ആ ഒരു സമ്പർക്കത്തിലേക്ക് നീ എത്തണമെങ്കിൽ എന്തു വേണം? നിന്റെ ഹൃദയത്തിലുള്ള ചളികളെ നീ പൂർണ്ണമായും ഒഴിവാക്കണം. എന്നാലേ നീ അള്ളാഹുവിനോട് എന്താകുള്ളൂ? നീ സമീപസ്ഥനായി മാറാൻ കഴിയുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ, മോശപ്പെട്ട ഹൃദയം കൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ കാണാൻ ഒരാൾക്കും കഴിയില്ല. ഓൻ ഏത് കുപ്പായിട്ടിട്ടും കാര്യമില്ല. ഏത് കുപ്പായിട്ടിട്ടും എന്തില്ല? കാര്യമില്ല. കറുപ്പിട്ടാലും വേണ്ടില്ല, പച്ചട്ടാലും വേണ്ടില്ല, ജനങ്ങൾ ഓനെ ബഹുമാനിക്കണുണ്ടെങ്കിലും വേണ്ടില്ല. ഓൻ എങ്ങനെ നടന്നിട്ടും കാര്യമില്ല. അള്ളാഹുവിന് അവനക്ക് ജനങ്ങളെ അവനക്ക് പൊട്ടനാക്കാൻ കഴിയും. ജനങ്ങളെ പൊട്ടനാക്കാൻ എനിക്ക് കഴിയും. ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ആളായിട്ട് ഒരു ഷെയ്ഖായി ചമഞ്ഞിട്ട് പലതും അവനക്ക് കഴിയും. പക്ഷെ അള്ളാഹുവിന് അവനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? അവന്റെ ബശരീയായ ഒരുപാട് ദുർഗുണങ്ങളുണ്ട്. അവന് അള്ളാഹുവിന്റെ അടിമ മാത്രമാകുമ്പോ അള്ളാഹുവിന്റെ സ്നേഹത്തോടുകൂടെ ഒരു വിളിയുണ്ട്. ആ വിളി അവൻ കേൾക്കണം. എന്നാലേ അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിനോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അടുക്കാൻ കഴിയുള്ളൂ. സ്വാലിഹീങ്ങളൊക്കെ ആരിഫീങ്ങളൊക്കെ അങ്ങനെയാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു എന്തില്ല, തർക്കമല്ല. അവരെന്താണ് ഒരു കാര്യം പറഞ്ഞത് അത് ഈ ലോകത്ത് സംഭവിക്കുക ചെയ്യും. ഇന്ന ആള് വരും എന്ന് പറഞ്ഞാൽ ആള് വരും, ഇന്ന ആള് വരൂല എന്ന് പറഞ്ഞാൽ ആള് വരൂല. അത്രമാത്രം വലിയ മക്കാമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്ത് എത്തിക്കും. കാരണം അള്ളാഹു തആല തന്നെ പറഞ്ഞ കരാറാണ്. എന്റെ അടിമകൾ എന്ത് ചെയ്യും?
സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ട് എന്നിലേക്ക് അടുക്കുമ്പോൾ അവന്റെ കണ്ണും കയ്യും കാലും ഒക്കെ ഞാൻ ആകുമെന്ന് അള്ളാഹു താല തന്നെ നമുക്ക് ഓഫർ ചെയ്താണ്. അത് അള്ളാഹു താല ആക്കുക ചെയ്യും. അവനൊരു കാര്യം പറയുമ്പോൾ അള്ളാഹു താല കേൾക്കും. ഒരു ഹദീസിലുണ്ടല്ലോ അല്ലേ, ചില ആളുകൾ പൊടി പിടിച്ച ശരീരങ്ങളേക്കാളും, പക്ഷെ അള്ളാഹുവിനെ മുൻനിർത്തി അവരൊരു കാര്യം ചോദിച്ചാൽ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുക തന്നെ ചെയ്യും. കണ്ടാലോ അവരാട്ടിയോടിക്കലുണ്ട്, വാതിലുകൾ കൊട്ടിയടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് അള്ളാഹിനെ മുൻനിർത്തി ഒരു കാര്യം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ ജുറൈജ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പോലെ സാത്വികരാകുന്ന സഅദൂൻ അൽ മജ്നൂൻ റളിയല്ലാഹു, കണ്ടാലൊന്നും എന്തില്ല അവരൊരു ഫുർസത്തും തോന്നൂല, കണ്ട ഒന്നും തോന്നൂല. പക്ഷെ ഓല അള്ളാഹിനോടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു തആല കേൾക്കും. കാരണം എന്താ, ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി എന്തൊക്കെ ഒഴിവാക്കണ്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ദുനിയാവിന്റെ പലതിൻ്റെയും അടിമകളാണ്. സ്വന്തം മക്കളുടെ അടിമകൾ നമ്മളാവലുണ്ട്, ഭാര്യയുടെ അടിമകളാകലുണ്ട്, സമ്പത്തിന്റെ അടിമകളാകലുണ്ട്, വാഹനങ്ങളുടെ അടിമകളാകലുണ്ട്, കൃഷിയുടെ അടിമകളാകലുണ്ട്, കച്ചവടത്തിന്റെ അടിമകളാകലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹിന്റെ അടിമയായി കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടിമയായി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുക, സൃഷ്ടികളെ നീ പൂർണ്ണമായും ഒഴിവാക്കുക. എന്നിട്ട് നീ സൃഷ്ടാവിനെ മാത്രം എന്ത് ചെയ്യ്, നിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. അപ്പൊ സൃഷ്ടികളൊക്കെ നിന്റെ കൂടെ വരും. സൃഷ്ടികൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ അള്ളാഹിനെ സ്നേഹിച്ചോ. അള്ളാഹിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികളൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ആളുകൾക്കും അവരുടെ പോരായ്മകളും അവരുടെ ദുർഗുണങ്ങളും എന്താന്ന് വ്യക്തമായി ബോധ്യമുണ്ട്. അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ സമയങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ നാളെ വെള്ളിയാഴ്ച, എന്നാ ഇപ്പൊ കുത്തുബോധിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച, അപ്പത്തിന് അടുത്ത എന്താണ് വെള്ളിയാഴ്ചയായി. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകാം. നമ്മളെ വയസ്സിങ്ങനെ കൂടി വരുന്നുണ്ട്. നമ്മളെ ശരീരത്തിന്റെ ഓരോ എല്ലുകൾക്കും ഞണങ്ങൾക്കും മഫാസിലുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബലഹീനതകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അറിയണില്ല, നമ്മൾ അറിയാതെ ബലഹീനത എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരാള് എന്നോട് എന്റെ താടിമ നോക്കിയിട്ട് ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഇവിടെ 2 എണ്ണം ശരിക്കും നിറച്ചുകൂടല്ലോ. 2 എണ്ണം നിറച്ചുകൂടല്ലോ. ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ എനിക്ക് 2 എണ്ണം നിറച്ചിട്ടില്ല. 1.5 വർഷമായിട്ടുള്ളൂ, അപ്പത്തിന് ഇവിടെ നിറച്ച്. അത് എനിക്കുള്ളൊരു പാടാണ്. ഇനിയിപ്പോ 2 വർഷം പൂർത്തിയാക്കുമ്പോൾ ചില ഇവിടെ 2 എണ്ണം നിറക്കും. കാരണം നമ്മൾ അറിയാതെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മളെ ബലഹീനതകൾ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആയുസിന്റെ ഓരോ ലക്ഷണങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോ നാളേക്ക് കാത്തിരിക്കാതെ ഇന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും അത് നമ്മൾ ഒഴിവാക്കുക. ഇപ്പൊ നമ്മളെ ശരീരത്തിൽ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്തപ്പോ LDL കൂടുതലാണ്, HDL കൂടുതലാണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലോണം കൂടുതലാണ്. എന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അന്ന് മുതൽ നമുക്ക് നടക്കാൻ തീരുമാനിച്ചു അല്ലേ, കുറച്ച് ഓടാൻ തീരുമാനിച്ചു അല്ലേ. എന്തൊക്കെ മുറകളാണ് നമ്മൾ ചെയ്യുക. കാരണം നമുക്ക് പേടി, മരിക്കുമെന്നുള്ള പേടി, ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ വല്ലാതെ ശ്രദ്ധിക്കും. ഒന്നുമില്ല, പരിക്കുന്നപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, എന്താ ഇപ്പൊ നിങ്ങളെ മുഖത്തിന് ഉഷാറില്ലല്ലോ. അപ്പൊ തന്നെ നമ്മൾ പോയി കണ്ണാടിയിൽ നോക്കി, ഇവിടെ കുരു വന്നു ഗുണോ, ഇവിടെ അതൊക്കെ നമ്മളെ ശരീരത്തിന്റെ അഴിവുകൾ നമ്മൾ നോക്കാനൊക്കെ നമ്മൾ എന്താണ് എല്ലാ സമയത്തും ജാഗരൂകരാണ്. അതേ സാധനം എവിടെ ഉണ്ട്, ഹൃദയത്തിനും വരുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു നുഖത്തത്തുൻ സൗദാ, ഒരു കറുത്ത കുത്ത് എവിടെ വരുന്നുണ്ട്, കൽബിൽ വരുന്നുണ്ട്. ആ കറുത്ത കുത്ത് ഇങ്ങനെ കൂടി ഇത് കറുത്തിരുണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് നേരാക്കാൻ നല്ല പണിയാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നന്മയിലായിട്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.